നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ വെളിയാമറ്റത്ത് കുട്ടി കർഷകർ വളർത്തിയിരുന്ന പശുക്കൾ കൂട്ടത്തോടെ ചത്ത വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. കുട്ടി കർഷകരായ ജോർജ് കുട്ടിയുടെയും മാത്യുവിൻ്റെയും 13 പശുക്കളാണ് ചത്തത്. കപ്പയുടെ തൊലി കഴിച്ചതാണ് മരണകാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. മരണകാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മറ്റ് 5 പശുക്കളുടെ നില ഗുരുതരമായി തുടരുന്നതായിട്ടാണ് റിപ്പോർട്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പശുക്കൾക്ക് അടിയന്തര ചികിത്സ നൽകുന്നുണ്ട്. കപ്പത്തൊലി കഴിച്ചതിന് പിന്നാലെ പശുക്കൾ വീണ് പിടയ്ക്കുകയായിരുന്നുവെന്ന് 18-കാരനായ മാത്യു പറഞ്ഞു. മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മാത്യു. തൊടുപുഴയിലെ ഏറ്റവും മികച്ച ക്ഷീര ഫാമുകളിൽ ഒന്നാണ് ഈ കുട്ടി കർഷകരുടേത്. നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഫാം നേടിയിട്ടുള്ളത്. സംഭവം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഫാം ഉടമകൾക്ക് വേണ്ട സഹായം ചെയ്യുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പശുക്കൾ ചത്തതിൻ്റെ പിന്നിലുള്ള കാരണം വ്യക്തമാവുകയുള്ളൂ. പശുക്കൾ ചത്തുവീഴുന്നത് കണ്ട് ബോധരഹിതനായ മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകരെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഫോണിൽ വിളിച്ചു. ഇളയ കുട്ടിയായ മാത്യുവിനെയാണ് മന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ച് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തത്. പശുക്കൾ ചത്തതിനെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായ മാത്യു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മികച്ച കുട്ടി കർഷകനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് ഈ ഫാമിനെ തേടിയെത്തിയിട്ടുള്ളത്. കുട്ടികളെ ഫോണിൽ വിളിച്ച മന്ത്രി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ഈ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാണ് ഈ ഫാം. തൊടുപുഴയിലെ മികച്ച ഫാമുകളിൽ ഒന്നാണ് ഇവരുടേത്. ഇന്നലെ കപ്പയുടെ തൊലി കഴിച്ചതിന് ശേഷമാണ് പശുക്കൾ ചത്തുവീണത് എന്നാണ് സംശയം. പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.